തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രേമം പാലത്തിന് നവീകരണം കൂടിയാണ് കളമശ്ശേരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പി രാജീവ് ലക്ഷ്യമിടുന്നത്. നമ്മളോടൊപ്പം സിനിമാ താരം സിജു വിൽസൺ കൂടിയുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം നടക്കാനിറങ്ങിയതാണ്. എങ്ങനെ അതായത് താങ്കളുടെ സിനിമയിലൂടെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്തുള്ള സ്പോട്ടാണ്, പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നവീകരണം കൂടി ഇതിൻ്റെ ഭാഗമായതിൽ സന്തോഷം തോന്നുന്നുണ്ട്. സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ കയറുമ്പോൾ തന്നെ കാണുന്നില്ല, ഇപ്പോൾ ഇത്രയും പഴക്കമുണ്ട് അതിന്. ഇത് ഒരുപാട് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് യൂസ്ഫുള്ളാക്കി എടുക്കുക എന്നുള്ളതിൽ സന്തോഷമുള്ള കാര്യമാണ്. നന്നായിട്ട് ഭംഗിയാക്കി എടുക്കുക, ആൾക്കാർക്ക് ജനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കുക എന്നുള്ളത് ആ ഒരു ഇനിഷ്യേറ്റീവിൽ എന്താ പറയുക, ഒരു കൺഗ്രാറ്റ്സ് അല്ലെങ്കിൽ ഒരു ക്രോസ്, അതാണ് പറയാനുള്ളത്. ഒരു കാലത്ത് അതായത് ശരിക്കും ആളുകൾ യൂത്തിൻ്റെ ഇപ്പോഴും അങ്ങനെ തന്നെ വേണം, സിനിമ അങ്ങനത്തെ ഒരു വൈബ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇപ്പോഴും ജെൻസിക്ക് ഈ ഒരു ഐഡിയ കുറച്ചുകൂടെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യും എങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഏത് ഐഡിയ? എനിക്ക് തോന്നുന്നു കുറച്ച് സ്പേസ് അതിൻ്റെ നവീകരണം അത് ഡെവലപ്പ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ കോവിഡും അതുപോലെ തന്നെ ഫ്ലഡ് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ആൾക്കാർ ജീവിതം കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ജീവിതം കുറച്ചും കൂടി ആസ്വദിക്കാനായിട്ട് തുടങ്ങി. കാരണം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്ററോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തീരാവുന്നുള്ള ലൈഫ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആൾക്കാർ കുറച്ചും കൂടി ഹെൽത്ത് ഓറിയൻറ്റഡായിട്ട് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതം ആസ്വദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആൾക്കാർ പുതിയ പുതിയ സ്പോട്ടുകളും അങ്ങനത്തെ ഇതിലൊക്കെ വന്ന് കുറച്ച് റിലാക്സ്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ടായിട്ടാണ് ഇപ്പോൾ പ്രേമം പാലം എന്ന് പറയുന്ന അക്വഡക്ട് പാലം എല്ലാവരും കാണുന്നത്. അപ്പോൾ അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്താ ക്ലോസ് ചെയ്തതെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ആളുകൾ കുറച്ച് ഉണ്ടാവുകയും അത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ക്ലോസ് ചെയ്യേണ്ടി വന്നത്. പക്ഷേ ഇത് ഓപ്പൺ ആക്കിയിട്ട് അതുപോലെ തന്നെ നല്ലൊരു സ്പേസ് പോലെ, വാക്കിംഗ് സ്പേസ് പോലെ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും ജനങ്ങളുണ്ടാവും, ആൾക്കാരുണ്ടാവും. പിന്നെ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ആളും അനക്കുണ്ടാകുമ്പോൾ അവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ആളും അനക്കില്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ സിജുവിൻ്റെ പൊളിറ്റിക്സിനെ പറ്റി വ്യക്തമായിട്ട് ചോദിക്കുന്നില്ല, എന്നിരുന്നാലും എന്താണ് ഒരു കോൺസെപ്റ്റ്? ഈ മീൻസ് രാഷ്ട്രീയം എന്ന് പറയുന്നതിനൊപ്പം വികസനത്തിനൊപ്പം നിൽക്കുന്ന എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയായിട്ടാണല്ലോ എല്ലാവരും നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ജനങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഓരോ മണ്ഡലത്തിനനുസരിച്ചിട്ട് അവരുടെ പ്രവർത്തനം എങ്ങനെയാണെന്നനുസരിച്ചിട്ടായിരിക്കും ആളുകൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനം ഏറ്റവും ഗംഭീരമായി കഴിയുമ്പോൾ അതിന് ജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അങ്ങനെയെങ്കിൽ തുടർഭരണം സാധ്യമാകുന്നതാണ് അറിയില്ല, നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് സിനിമാ താരങ്ങൾ പലരും സീരിയൽ രംഗത്തുള്ളവരും സിനിമയിലുള്ളവരും ഒക്കെ മത്സര രംഗത്തുണ്ട്. അപ്പോൾ അതായത് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളുമുണ്ട്, ഉള്ളവരുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മത്സരത്തെ അതായത് ആ ഒരു കൈൻഡ് ഓഫ് അതായത് ഇലക്ഷന് വേണ്ടി മാത്രം സ്പേസ് ചെയ്തിട്ടാണോ, അതല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്സ് സമയത്ത് റിവീൽ ചെയ്യുന്നതാണോ, എങ്ങനെയാണ് അതിനൊരു അതായത് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ കുറച്ച് ആളുകൾ ഇതിലേക്ക് വരുന്നു, അല്ലെങ്കിൽ സ്റ്റാർ ഇതുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ മത്സര രംഗത്തേക്ക് വരുന്നു, അതിനോടൊരു വിയോജിപ്പോ ഉണ്ടോ? എനിക്ക് ഇപ്പോഴത്തെ ഒരു രീതി എനിക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു ഇത് വന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പോപ്പുലാരിറ്റി ഉള്ള പലരും വരുന്നുണ്ട്. പക്ഷേ പോപ്പുലാരിറ്റി അല്ല ഇതിലൊരു ഘടകം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ എന്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു, നമ്മളുടെ പ്രവർത്തനം എന്താണെന്നനുസരിച്ചിട്ടാണ്. അല്ലാതെ പോപ്പുലാരിറ്റിയും ഇതൊന്നും ഒരു ഫാക്ടറേ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനം ഏറ്റവും ഭംഗിയാക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതുണ്ടാവും ഏത് മേഖലയിൽ നിന്ന് വന്നു കഴിഞ്ഞാലും. അപ്പോൾ എത്രത്തോളം നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതനുസരിച്ചിട്ടായിരിക്കും വോട്ട് റിഫ്ലക്റ്റ് ആവുക. താങ്ക് യു. സിജു വിൽസനാണ് നമ്മളോടൊപ്പം ചേർന്നത്. ആലുവയിലെ പ്രേമം പാലത്തിലൂടെ, പ്രേമ സിനിമയിലൂടെ പ്രശസ്തമായ പാലമാണ്. ഇതിൻ്റെ അങ്ങേ അറ്റം തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പാലമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നവീകരിക്കുക എന്നുള്ളത് നാടിൻ്റെ ആവശ്യമാണ്. അതുമാത്രമല്ല, ഈ സിനിമയിലൂടെ ഒരു ഐക്കണായി മാറി അല്ലെങ്കിൽ ഒരു സ്പോട്ടായി മാറിയ പാലം എന്നുള്ള തരത്തിൽ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും പ്രശംസനീയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറാമാൻ കെ പി ധനേഷിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.